മനുഷ്യന്റെ ജീവൻ നിലനിൽക്കാനായിട്ട് ആഹാരവും വെള്ളവും വായുവും ഒക്കെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ, ഇന്ന് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്ത ഹോസ്പിറ്റലുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും, ഒരിക്കലും പോസിബിൾ അല്ല. സോ ഈ ഒരു കാരണം ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ന് പാരാമെഡിക്കൽ കോഴ്സസ് എടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മിനിമം ഒരു 60% പേരെങ്കിലും BSc റേഡിയോളജി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. നമുക്ക് ആ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ നല്ലതാണോ എന്നെങ്കിലും അവർ ചിന്തിച്ചിട്ടുണ്ടാവും. സോ കാര്യം വേറൊന്നല്ല, നമ്മൾ ഇന്ന് ഹോസ്പിറ്റൽസ് എടുക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഓർത്തോയുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ പോയി എക്സ്റേ എടുക്കുക. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ദെൻ ഗൈനിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നോർമലി ഒരു അമ്മ പ്രഗ്നന്റ് ആണെങ്കിൽ ഫസ്റ്റ് എടുക്കുന്നത് സ്കാനിങ് ആണ്, ശരിയല്ലേ? സോ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഇനി നമ്മൾ പീഡിയാട്രിക്കോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു ന്യൂറോ സർജറിക്കൽ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റോ ഏത് ഡിപ്പാർട്ട്മെന്റും എടുത്തോട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും ഡിസീസസ് ഡയഗ്നോസേഷനും ഡിസീസസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അത് പ്രോബ്ലം സോൾവ് ചെയ്യാനും ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എന്ത് ചെയ്തു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മാറിക്കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെയാണ് പാരാമെഡിക്കൽ സെക്ടറിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സായിട്ട് BSc റേഡിയോളജി മാറുകയും ചെയ്തത്. സോ ഇത്രയേറെ ഡിമാൻഡ് ആയിട്ടുള്ള ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ സയൻസ് രംഗം എടുക്കുന്ന സമയത്ത് ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ ഒന്നാണ് എന്ന് തന്നെ പറയേണ്ടി വരും. 1895 പ്രൊഫസർ വിൽഫം കോൺറാഡ് റോൺജൻ ആദ്യമായിട്ട് എക്സ്റേ കണ്ടുപിടിക്കുന്നത് എന്നാണ് റേഡിയോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ എക്സ്റേ ആദ്യം കണ്ടുപിടിക്കുന്ന സമയത്ത് അതിനകത്ത് പല തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് എന്ത് ചെയ്തു ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വളർന്നു എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഈ എക്സ്റേ എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കിരണങ്ങൾ അല്ലെങ്കിൽ വികിരണങ്ങളൊക്കെ കൊണ്ട് മനുഷ്യന് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തന്നെയാണ് മെഡിക്കൽ സയൻസ് തുറന്നു കൊടുക്കുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് എൻഡോസ്കോപ്പിയും ഹോമോസ്കോപ്പിയും അതുകൂടാണ്ട് റേഡിയേഷൻ ഓങ്കോളജിയും ന്യൂക്ലിയർ മെഡിസിൻ ഒക്കെ അടങ്ങുന്ന വളരെ വലിയൊരു മേഖലയായിട്ട് തന്നെ എന്ത് ചെയ്തു റേഡിയോളജി വളർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു റേഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ടോട്ടലായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് റേഡിയോളജി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, 2 മേഖലയിലായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർവെൻഷൻ റേഡിയോളജിയും അതുകൂടാണ്ട് നമുക്ക് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. ഓക്കെ, അപ്പോൾ ഇന്റർവെൻഷൻ റേഡിയോളജി എന്ന് പറയുന്ന ഒരു മേഖല വളരെ റീസെന്റ് ആയിട്ട് ഒരു 10-15 വർഷങ്ങൾക്ക് കൊണ്ട് ഡെവലപ്മെന്റ് ആയി വന്നിരിക്കുന്ന ഒരു മേഖലയാണ് ഇന്റർവെൻഷൻ റേഡിയോളജി എന്ന് പറയുന്നത്. നമ്മൾ ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിലോട്ട് പോകുന്ന സമയത്ത് ഏകദേശം ഒരു 1975-80 കാലഘട്ടം മുതൽ തന്നെ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി വളരെ വലിയൊരു ഗ്രോത്ത് തന്നെയാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പുറത്തുകൂടെ, അതായത് മനുഷ്യന്റെ പുറത്ത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ഇന്നർ ഓർഗൻസിന് ഉണ്ടാവുന്ന പ്രോബ്ലംസിനെ കണ്ടെത്തുന്നതാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. സെയിം ലൈക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്തു പോയിട്ട് എക്സ്റേ എടുക്കുന്നു. എക്സ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് റേഡിയോളജിക്കൽ മെത്തേഡാണ്. അതുകൂടാണ് നമ്മൾ പോയിട്ട് CT എടുക്കുന്നത്. CT എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഇന്റേണലി എടുക്കുന്നത് അല്ല എക്സ്റ്റേണലി എടുക്കുന്നതാണ്, ശരി? എക്സ്റ്റേണലി എടുത്തിട്ട് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനുള്ള പ്രോബ്ലംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് CTയിൽ ചെയ്യുന്നത്, ശരിയല്ലേ? സെയിം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് MRI ചെയ്യുന്നത്. അത് കൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ മൊമോഗ്രാഫിയോ അല്ലെങ്കിൽ നമ്മളിപ്പം PET-CT ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണലി ചെയ്തിട്ട് ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിന്റെ പ്രോബ്ലംസ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മേഖല ഏകദേശം ഒരു 1970-75 കാലം മുതൽ തന്നെ ഇന്ത്യയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ആവുകയും ഇന്ന് എല്ലാ ഹോസ്പിറ്റലുകളുടെയും അവിഭാജ്യ ഘടകമായി ഞാൻ ഈ പറയുന്ന മെഷീൻസ് ഒക്കെ ഉള്ള ഒരവസ്ഥ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞു ഹോസ്പിറ്റലിൽ പോയാൽ പോലും മേ ബി എക്സ്റേ മെഷീൻസ് ഉണ്ടാവാം. ദെൻ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ CT MRI ഉണ്ടാവും. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങും PET-CTയും അത് കൂടാണ്ട് മൊമോഗ്രാഫി അടക്കമുള്ള ടെക്നോളജികൾ യൂസ് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ കറന്റിൽ ഇന്ന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഗ്നോസ്റ്റിക് റേഡിയോളജിക്ക് അത് വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജിയിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റേണൽ ഓർഗൻസിനകത്തോട്ട് എന്ത് ചെയ്തു മെഷീൻസോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ കടത്തി വിട്ടതിന് ശേഷം നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രോബ്ലംസ് കണ്ടെത്തുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. ആസ് എൻ എക്സാമ്പിൾ നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിലുള്ള ബ്ലോക്സ് മാറ്റാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആൻജിയോഗ്രാഫിയും കൂടാണ്ട് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. ആൻജിയോഗ്രാഫി ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഹാർട്ടിനകത്ത് ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട്, എത്രത്തോളം ബ്ലോക്ക് എന്നുള്ള കാര്യമൊക്കെ അറിയുന്നതെന്ന് പറഞ്ഞാൽ ആൻജിയോഗ്രാഫി ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ പുറത്തുനിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാമറ ഘടിപ്പിച്ച ഒരു മെഷീൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്യൂബ് അകത്തോട്ട് കടത്തി കൊടുക്കുന്ന കീ ഹോൾ ചെയ്തിട്ട് അകത്തോട്ട് കടത്തി വിട്ടിട്ട് അവിടെയുള്ള പ്രോബ്ലംസ് കണ്ടെത്തുന്നുണ്ട്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുകൂടാണ്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള ട്യൂമറുകൾ, അതുകൂടാണ്ട് നമ്മുടെ ഇന്നർ ഓർഗൻസിനുള്ള പ്രോബ്ലംസ് കണ്ടെത്താനും അതുകൂടാണ്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഡെവലപ്മെന്റ്സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസോറിയസ് ഗ്രോത്തോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് ഇന്റർവെൻഷണൽ റേഡിയോളജി വളരെ കൂടുതലായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ
ജീവൻ നിലനിർത്താനായിട്ട് ഭക്ഷണവും വായുവും വെള്ളവും ഒക്കെ ആവശ്യമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ മനുഷ്യ ശരീരത്തിലുള്ള അസുഖങ്ങൾ കണ്ടെത്താനായിട്ട് ഇന്ന് റേഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മെഡിക്കൽ സയൻസിൽ മാറിക്കഴിഞ്ഞു. അതായത് ഇന്ന് മെഡിക്കൽ സയൻസിന്റെ എക്സിസ്റ്റൻസിന് റേഡിയോളജി എന്ന് പറയുന്ന കോഴ്സ് ഇല്ലാണ്ട് ഒരിക്കലും പോസിബിളേ അല്ല. പിന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന വലിയൊരു ഡൗട്ടാണ് ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം പല സ്റ്റുഡൻസിനും ഉള്ള ഒരു ഡൗട്ടാണ്. പക്ഷേ മെഡിക്കൽ സയൻസ് രംഗത്തുള്ള കോഴ്സുകളൊന്നും അത്ര ഈസി ആയിട്ട് AI ഒന്നും റീപ്ലേസ് ചെയ്യൽ പോസിബിൾ അല്ല. ബിക്കോസ് മനുഷ്യനുള്ള പോലെ എമ്പതിയും സിമ്പതിയും ഒക്കെ ഒരു മെഷീൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ AI സാധ്യതയൊക്കെ വളരെ വിരളം തന്നെയാണ്. എനിഹൗ കറന്റിലുള്ള സ്റ്റഡികൾ പ്രകാരം അടുത്തൊരു 5, 10 അല്ലെങ്കിൽ 15, 20 വർഷത്തേക്കുള്ള ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയോളജി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാര്യം റേഡിയോളജിയുടെ ആപ്ലിക്കേഷൻസ് വരുന്ന മേഖലകൾ വളരെ വൈഡായിട്ടുള്ള മേഖലകളാണ്. ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ മെഷീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇംപ്ലിമെന്റ് ആവുന്നുണ്ട്, പുതിയ പുതിയ ടെക്നോളജികൾ ഇംപ്ലിമെന്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലുള്ള ഒരു എക്സ്പെർട്ടിന് അവർക്ക് ജോലി ലഭിക്കുക അല്ലെങ്കിൽ നല്ല പേയ്മെന്റ് ലഭിക്കുക എന്നതൊന്നും ഒരിക്കലും ഒരു പ്രോബ്ലം ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ BSc റേഡിയോളജി എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 4 വർഷം വരുന്ന കോഴ്സാണ്. 3 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പും വരുന്ന ഒരു കോഴ്സാണ്. ഓക്കെ, +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കുക. അതുകൂടാണ്ട് ഡിപ്ലോമ റേഡിയോളജി കോഴ്സസ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസും ഇന്ന് ഇന്ത്യയിലും അതുകൂടാണ്ട് സൗത്ത് ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, സോ BSc റേഡിയോളജി പോലുള്ള ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മെയിൻലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിന് പ്രോപ്പറായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചൂസ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലാണ്ട് നിങ്ങൾ പഠിക്കുന്നത് ഏതെങ്കിലും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ മാത്രമായിരിക്കും ചിലപ്പം ചില സ്റ്റേറ്റുകളുടെയൊക്കെ അത് കിട്ടുന്നത്. PSc എഴുതാനായിട്ട് സാധിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് PSc എഴുതാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ PSCക്കകത്ത് ഇതിനകത്ത് എത്രത്തോളം വേക്കൻസി ഉണ്ട് എന്നത് വലിയ ചോദ്യം തന്നെയാണ്. ഓക്കെ, സോ എനിഹൗ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആയാലും ഏതുമായിക്കോട്ടെ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിന് കൃത്യമായി നല്ല വൃത്തിയുള്ള ഹോസ്പിറ്റൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ആ ഹോസ്പിറ്റലിൽ കൃത്യമായി ഒരു ഡിപ്പാർട്ട്മെന്റ് നല്ല പേഷ്യൻസ് വരുന്ന ഹോസ്പിറ്റലാണോ, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള മെഷീൻസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. എന്താണ് CTO, MRI, PET CT അല്ലെങ്കിൽ മൊമോഗ്രാഫി മെഷീൻസ് ഒക്കെ, അത് കൂടാണ്ട് അൾട്രാസൗണ്ട് സ്കാനിങ് മെഷീൻ അടക്കമുള്ള മെഷീൻസ് ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണോ എന്നുകൂടെ നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പോയി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യും, തിയറിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും. ആദ്യമായി ഈ മെഷീനൊക്കെ നിങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ കണ്ണും തള്ളി നിങ്ങൾ നിൽക്കേണ്ടി വരും. പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും വേറെ എവിടെയെങ്കിലും പോയി ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് വീണ്ടും ജോലിക്ക് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രശ്നമുള്ളത്. സോ വളരെ മികച്ച കോളേജുകൾ തന്നെ ചൂസ് ചെയ്യുക. വളരെ മികച്ച കോളേജുകൾ ചൂസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല എഡ്യൂക്കേഷണൽ എക്സ്പെർട്ടുകളെയൊക്കെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ നേരിട്ട് പോയി കോളേജ് കാണാവുന്നതാണ്. ഓക്കെ, അങ്ങനെ മികച്ച കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞ ശേഷം ജോലി കിട്ടുക എന്നൊരു കാര്യത്തിനകത്ത് ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ കേരളത്തിനും പുറത്തുമൊക്കെയുള്ള മികച്ച റേഡിയോളജി കോളേജുകൾ കണ്ടെത്തണം അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ നേടണമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.